സ്കൂൾ തുറക്കാൻ പോവല്ലേ? അപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സ്കൂൾ തുറക്കാൻ പോകുന്നതിന്റെ തിരക്കിലാണ് എല്ലാവരും. ബാഗും കുടയും പുത്തൻ യൂണിഫോം ഒക്കെ എല്ലാവരും വാങ്ങിയോ? ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് എടുത്തൊന്ന് വെച്ച് നോക്കിക്കേ. ചിലപ്പോൾ പുസ്തകം പൊതിയാനുള്ള സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും. കഴിഞ്ഞ തവണത്തേക്കാൾ പല സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കുട്ടികളുടെ ബാഗിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരാളെക്കുറിച്ചാണ് പറയാനുള്ളത്. വാട്ടർ ബോട്ടിൽ. സ്കൂളിൽ വെച്ച് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. വാട്ടർ ബോട്ടിൽ വാങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. നിറമോ ഭംഗിയോ ഒന്നുമല്ല, ഗുണനിലവാരം തന്നെയാണ് പ്രധാനം. സുരക്ഷിതമായ മെറ്റീരിയലിൽ നിർമ്മിച്ചവ തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കണം. അതായത് കെമിക്കൽ രഹിത ബോട്ടിൽ വേണം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ. ശരിയായ താപനില നിലനിർത്തുന്ന കുപ്പി വേണം. ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിലാണ് അനുയോജ്യം. പ്ലാസ്റ്റിക് ബോട്ടിൽ കഴിവതും ഒഴിവാക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൂടുതൽ ഈട് നിൽക്കും. വാട്ടർ ബോട്ടിലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം പല അസുഖങ്ങളും വരുത്തിവെക്കും. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ എളുപ്പമുള്ളത് വേണം വാങ്ങിക്കാൻ. പുസ്തകങ്ങളും കുടയും ഒക്കെയായി പലതും വെക്കാനുണ്ട് ബാഗിൽ. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഭാരം കുറഞ്ഞത് തിരഞ്ഞെടുക്കണം. വലിയ വലിപ്പമുള്ളത് വേണ്ട. 6 മുതൽ 8 കപ്പ് വരെ വെള്ളം ഉൾക്കൊള്ളുന്ന വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നതാണ് നല്ലത്. ചെറിയ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങുമ്പോൾ സിപ്പറുകൾ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ കഴിയുന്നതാകണമെന്നതും പ്രധാനമാണ്. കുസൃതി കാണിച്ച് നടക്കുന്നതിനിടെ എന്തായാലും ബോട്ടിൽ താഴെ വീഴും. അപ്പോൾ കുട്ടികളുടെ പരുക്കൻ ഉപയോഗത്തിന് പറ്റുന്ന വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ ഒരാൾക്ക് 2 കുട്ടികളുണ്ട്. അതിൽ ഒരാൾക്ക് ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങിയുള്ളൂ. രണ്ടാമത്തെ ആൾക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം. അപ്പോൾ ആ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്ന് ഞാൻ